വസന്ത് എന്താണ് പറയുന്നത്? വസന്ത്, ഈ മോഷ്ടിച്ച സ്വർണം അത് കടല് കടന്നു എന്നാണോ? അല്ല, ആ കേക്കാണല്ലോ ഞങ്ങൾ എന്നും എടുക്കുന്നത്, ഇപ്പോഴും അത് തന്നെ എടുക്കുന്നത്. അതുകൊണ്ടാണ് തൊണ്ടി കണ്ടെത്താൻ കഴിയാത്തത്. അല്ല അജിംസ്, ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അതിന്റെ വാല്യൂ സ്വർണത്തിൽ അളന്നാൽ നിങ്ങൾ അയ്യോ എന്ന് വെക്കുന്നെങ്കിൽ അത് സ്വർണത്തിലല്ല ആന്റിക് വാല്യൂവിലാണ് അളക്കേണ്ടത്. അങ്ങനെ അളന്നാൽ നിങ്ങൾ അയ്യോ എന്ന് വെക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ടേക്ക്. ഞങ്ങൾ തുടക്കം തൊട്ടേ അതാണ് പറയുന്നത്. നോക്കൂ, ഞങ്ങൾ പറയുന്നത് ഇത് സ്വർണം ഈ കടലിൽ കടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ മാത്രമല്ലല്ലോ, കേരളത്തിന്റെ ഹൈക്കോടതിയും പറഞ്ഞില്ലേ. ഇത് സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. അപ്പൊ ആ രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് SITക്ക് ചില പരിമിതികളുണ്ട്. അപ്പൊ അങ്ങ് ചോദിച്ചു, CBI അല്ലെങ്കിൽ ED അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസികൾ അവർ ഇതിനേക്കാളും ഭേദമാണോ എന്ന് ചോദിച്ചാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്നേ തൽക്കാലം പറയാൻ പറ്റൂ. അവരും സർക്കാരുകളാൽ നിയന്ത്രിതമല്ല എന്ന് ഈ കാലത്ത് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ള CBI അന്വേഷണം വളരെ കൃത്യമാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ള ഒരു CBI അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിമിതികളെ ചാടിക്കടന്ന് അന്വേഷണ സംഘത്തിന് മുമ്പോട്ട് പോകാൻ പറ്റൂ. SITക്ക് ചില ടെക്നിക്കൽ പരിമിതികൾ ഈ വിഷയത്തിൽ ഉണ്ട്. അത് അന്തർ സംസ്ഥാനമാകുമ്പോൾ പോലും അവർക്ക് വമ്മേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞു, അജിംസാണെന്ന് തോന്നുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അഡ്ജർമെന്റ് മോഷൻ കൊണ്ടുവന്നോ എന്ന സംശയം. സെപ്റ്റംബർ 19, 2025 ബഹുമാനപ്പെട്ട കേരളത്തിന്റെ നിയമസഭയിൽ മുൻ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ആയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിലപാട് അറിയണമെന്നും പറഞ്ഞ് റൂൾ 15 നോട്ടീസ് കൊടുക്കുന്നത്. അത് കൊടുക്കുകയും സ്പീക്കർ തള്ളുകയുമാണ് ചെയ്തത്. ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. രണ്ട്, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രതികളുടെയും കാര്യത്തിൽ ബഹുമാനപ്പെട്ട SIT ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന 378, 379 വകുപ്പുകളുണ്ട്. അത് മോഷണമാണ്. മോഷണവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് എന്താണ് ജിംസ്? അത് തൊണ്ടി മുതലാണ്. തൊണ്ടി മുതൽ കണ്ടെത്താത്തിടത്തോളം കാലം മോഷ്ടാവ് നേരിട്ട് മോഷ്ടിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ പോലും, അതിന്റെ വീഡിയോ വിഷ്വൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും അയാൾക്ക് കോടതിയിൽ നിന്ന് വളരെ സുഗമമായി ഇറങ്ങി പോരാൻ പറ്റും. അത് ഒരു അഭിഭാഷകൻ കൂടിയായിട്ടുള്ള സുരേഷ് കുമാറിന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അജിംസിന്റെ വാച്ച് ഒരാൾ മോഷ്ടിച്ചു എന്നിരിക്കട്ടെ, ആ വാച്ച് മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ തൊണ്ടി മുതലായ വാച്ച് അയാളിൽ നിന്ന് കണ്ടെത്തണം, അല്ലെങ്കിൽ അയാൾ വിറ്റെടുത്തു നിന്ന് കണ്ടെത്തണം. അത് ഈ അന്വേഷണത്തിൽ അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിൽ ഒന്നാമത്തെ ഫാക്ട് ആണ്. അത് ഇതുവരെ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന നേരത്തെ സുരേഷ് കുമാർ വാഴ്ത്തിപ്പാടിയ SIT സംഘത്തിന് സാധിക്കാത്തത്? രണ്ട്, ഇവർ കണ്ടെത്തി എന്ന് പറയുന്ന ഈ സ്വർണ്ണമുണ്ടല്ലോ, ഈ സ്വർണം, ആ സ്വർണം ശബരിമലയിലെ പഴയ സ്വർണം തന്നെയാണോ അതോ റീപ്ലേസ് ചെയ്യപ്പെട്ടതാണോ? അതുകൊണ്ടാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട FIRകളിലെല്ലാം ഈ പറയുന്ന ഫോർജറിയുടെ വകുപ്പ് കൂടി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഫോർജറി എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അറിയാമല്ലോ, പുതിയ രേഖ ചമച്ചു എന്നുള്ളതാണ്. രേഖയ്ക്ക് പകരം ഇവിടെ നമ്മൾ കാണേണ്ടത് പുതിയ വിഗ്രഹം ചമച്ചതാണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അയ്യപ്പ വിഗ്രഹം അല്ല ഞാൻ പറയുന്നത്, ദ്വാരപാലക വിഗ്രഹം. അത് പുതിയത് ചമച്ചതാണോ എന്ന സംശയം SITക്കുമുണ്ട്.